Hi friends, welcome back to my channel, your online teacher. How to score 70 plus in plus 1 English. Plus 1 English എങ്ങനെ 70 മാർക്കിലധികം നമുക്ക് സ്കോർ ചെയ്യാം. ഇനി നമുക്ക് ചാപ്റ്റർ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സമയമൊന്നുമില്ല, കാരണം ഒറ്റ ദിവസത്തെ ഗ്യാപ്പ് ഉള്ളൂ, നമുക്ക് ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മിസ് പറഞ്ഞു തരാം. ഇനിയും അത് ഫോളോ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സമ്മറി പഠിക്കുക എന്നുള്ളതാണ്. സമ്മറി പഠിക്കുമ്പോൾ വെറുതെ ആ സമ്മറി വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട സമ്മറി, പോയം, ക്യാരക്ടർ സ്കെച്ച്, ഫോർമാറ്റ്, ഗ്രാമർ, എല്ലാ കാര്യങ്ങളും മിസ് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരണം എന്നില്ല, നിങ്ങൾ അതുകൊണ്ട് എപ്പോഴും ചാനൽ പേജ് കയറി നോക്കിക്കൊണ്ടിരിക്കുക പുതിയ വീഡിയോസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. സോ സമ്മറി പഠിക്കുന്ന സമയത്ത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒപ്പം അതിൻ്റെ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. പിന്നെ അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൽ നടക്കുന്ന പ്രധാന ഇൻസിഡൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് സമ്മറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം. ഇപ്പോൾ യങ് സീകൾ ആണെന്നുണ്ടെങ്കിൽ പറക്കാൻ പറ്റുന്നില്ല, പക്ഷി സഹായിക്കുന്നുണ്ട്, അങ്ങനെയുള്ള അതിൽ നടക്കുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഓവറോൾ കണ്ടന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ ഓരോ ചാപ്റ്ററിൻ്റെ ഓഥറിൻ്റെ നെയിം, ഓക്കെ, ആ ഒരു ഓഥറിൻ്റെ നെയിം കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. ആരുടെ ബുക്കിൽ ആണെന്നുള്ള ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമ്മറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതിൽ മെയിൻ ഇൻസിഡൻസ്, അതായത് അതിലിപ്പോൾ സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതല്ല അതിലെന്തെങ്കിലും ഹ്യൂമർ ആണെങ്കിൽ ഹ്യൂമർ, അല്ലെങ്കിൽ ചലഞ്ചസ് ഓവർകം ചെയ്യുന്നതാണ് അതിൽ പറയുന്നതെങ്കിൽ ആ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു, അങ്ങനെ എന്താണ് യൂണീക്ക് ആകുക, അതാണെങ്കിൽ അത് അങ്ങനെ എന്താണോ ആ സമ്മറിയിൽ അതിനെ പറ്റിയിട്ട് പറയുന്നത് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം. സോ അങ്ങനെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിനും സമ്മറി പഠിച്ചു. അതിനുശേഷം രണ്ടാമത്തേതിലേക്ക് വരുന്നതാണ് പോയംസ് പഠിക്കുക. പോയംസ് പഠിക്കുമ്പോൾ ആ പോയറ്റിൻ്റെ നെയിം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓരോ പോയറ്റിൻ്റെ നെയിമും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ പോയത്തിലൊരു കോംപ്രമൈസ് ഇല്ല. നമുക്ക് വളരെ കുറച്ച് പോയം മാത്രമേ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ പോയത്തിൻ്റെയും ലൈൻ ബൈ ലൈൻ മീനിങ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാ പോയത്തിൻ്റെയും ലൈൻ ബൈ ലൈൻ മീനിങ് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസും നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം പോയം തന്നിട്ട് അതിൽ പോയറ്റിക് ഡിവൈസ് ഏതാണ്, ലൈൻ മീനിങ് എന്താണെന്നുള്ളത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഒരു ചോദ്യപേപ്പറിൽ ഒന്നിലധികം പോയംസും ചോദിക്കാം. അതുകൊണ്ട് പോയറ്റിക് ഡിവൈസസ് നമ്മൾ പഠിക്കണം, ലൈൻ ബൈ ലൈൻ മീനിങ് നമ്മൾ പഠിക്കണം, പോയറ്റിൻ്റെ പേരും നമ്മൾ പഠിക്കണം കേട്ടോ. ഓക്കെ, അതൊക്കെയാണ് പോയത്തിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ. അല്ലെ, പോയറ്റിക് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാ പോയറ്റിക് ഡിവൈസും അറിയില്ലെങ്കിൽ ഇപ്പോൾ അതിൽ അലിട്രേഷൻ ഉണ്ടെങ്കിൽ അലിട്രേഷൻ ഏതാണെന്ന് നോക്കി വെക്കാം. റൈമിങ് സ്കീം ഉണ്ടെങ്കിൽ റൈമിങ് സ്കീം നോക്കി വെക്കാം. റൈമിങ് വേർഡ്സ് ഉണ്ടാവുമല്ലോ, റൈമിങ് വേർഡ്സ് നോക്കി വെക്കാം. പിന്നെ നമ്മൾ ടു സ്ലീപ്പ് എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഇമേജസ് ഉണ്ട്, ഉറക്കം വരാൻ വേണ്ടിയിട്ട് പോയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ, ആ ഇമേജസ് അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കണം. പിന്നെ അതേപോലെ തന്നെ മെറ്റഫർ ഉണ്ടെങ്കിൽ മെറ്റഫർ, ഓക്സിമറോൺ ഉണ്ടാകുമല്ലോ അത്, പേഴ്സോണിഫിക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പോയറ്റിക് ഡിവൈസസും നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാകണം. ഏതൊക്കെ ലൈനിലാണെന്നുള്ളതും അറിയണം. ദെൻ മൂന്നാമതാണ് നമ്മൾ പഠിക്കുന്നത് ഗ്രാമർ. നമുക്ക് ഇംഗ്ലീഷിൽ ഗ്രാമറിനാണ് മാർക്ക് പോകുന്നതെന്ന് നമ്മൾ കരുതും, പക്ഷെ ഗ്രാമറിന് മാത്രമായിട്ടല്ല മാർക്ക് പോകുന്നത്. ഗ്രാമർ കൂടി വന്നാൽ ഒരു 10-12 മാർക്കിനാണ് ഗ്രാമർ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ പഠിക്കുന്ന ഈ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ വരാൻ സാധ്യതയുള്ള മുഴുവൻ ഗ്രാമറും നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പുതുതായിട്ടും വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാമർ മെയിനായിട്ട് വരുന്ന ഗ്രാമർ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മാർക്കിനൊരു എഡിറ്റിംഗ് വരാറുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് വന്നേക്കാം, അതല്ലാതെ പുറത്തുനിന്നും വന്നേക്കാം. അതുകൊണ്ട് ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ വായിച്ചിരിക്കണം. പിന്നെ നമുക്ക് വരാവുന്നത് ഇഫ് ക്ലോസ്, ഇഫ് ഐ വെയർ യു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫ്രണ്ടിനെ ഉപദേശിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇഫ് ക്ലോസ് വന്നേക്കാം. ഓക്കെ, ഇഫ് ക്ലോസിൻ്റെ ഇതെല്ലാം മിസ് ഓൾറെഡി ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണ്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ കൊഹസീവ് ഡിവൈസസ്, ചില വാക്കുകൾ തന്നിട്ട് അതിന് മീനിങ്സ്, കൊഹസീവ് ഡിവൈസസ് ചോദിക്കും കേട്ടോ. കൊഹസീവ് ഡിവൈസസ് എന്തായാലും പഠിച്ചിട്ട് പോകണം. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഇതെന്ന് പറയുന്നത് പാസിവേഷൻ. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പാസിവേഷൻ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഗ്രാമർ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കാറുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് അറിയില്ലെങ്കിൽ എന്തായാലും അറ്റൻഡ് ചെയ്യുക, വെറുതെ അതൊരു പാസ്റ്റ് ടെൻസിലേക്കാളും എഴുതി വെച്ചാൽ മതി. റിപ്പോർട്ടഡ് സ്പീച്ച് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ ചില എക്സാമിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിലേക്ക് മാറ്റാൻ പറഞ്ഞും ചോദിച്ച് കാണുന്നുണ്ട്. സോ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ ഫോർമാറ്റും പഠിച്ചിരിക്കണം കേട്ടോ. എല്ലാം മിസ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ള അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ.
സോ എഡിറ്റിംഗ്, ഇഫ് ക്ലോസ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചോദിക്കാം, ഇഡിയംസ് ചോദിക്കാം കേട്ടോ. ഇഡിയംസ് ചില വാക്കുകൾ, അതായത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ആപ്പിൾ ഓഫ് ഐ, ക്രൊക്കഡൈൽ ടിയേഴ്സ്, അങ്ങനെയുള്ള ഇഡിയംസും ചോദിച്ചേക്കാം. സോ ഗ്രാമറിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോയി 10-12 മാർക്ക് ഗ്രാമറിലേക്ക് വരുന്നത് അത് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ എല്ലാ ഫോർമാറ്റ്സും എല്ലാ ഡിസ്കോഴ്സസും ഫോർമാറ്റ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ്. അതായത് ഇപ്പോൾ ലെറ്റർ ആണെങ്കിൽ ലെറ്റർ വരാവുന്നത് ഏതൊക്കെയാണ്, ലൈവ് ടി വി റിപ്പോർട്ട് ആണെങ്കിൽ ലൈവ് ടി വി റിപ്പോർട്ട് വരാവുന്നത് ഏതൊക്കെയാണ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാവുന്നത് ഏതൊക്കെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ, ആ നോട്ട്സ് നോക്കി ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും എല്ലാം നമ്മൾ വായിച്ചിരിക്കണം. ഫോർമാറ്റ്സ് പറയുമ്പോൾ ഒരു 15-ലധികം ഫോർമാറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിക്കുന്ന മുഴുവൻ ഫോർമാറ്റ്സിനും വീഡിയോ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്കോഴ്സസ്, ലൈവ് ടി വി റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, സെമിനാർ റിപ്പോർട്ട്, ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമിനാർ റിപ്പോർട്ട്, ദെൻ അതേപോലെ തന്നെ പ്രൊഫൈലൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മിസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫോർമാറ്റ്സും അതിൻ്റെ ഡിസ്കോഴ്സസും പഠിച്ചിരിക്കുക. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് വരാൻ ചാൻസ് ഉള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സും വായിച്ച് സെറ്റായിട്ടിരിക്കുക. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം. കാരണം ഇപ്പോഴത്തെ എക്സാമിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു സൂചന നമുക്ക് ഈ ഒരു മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ, ഇതിപ്പോൾ 2025 അല്ലേ, 2024 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിക്കണം. മാക്സിമം എത്ര ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ പറ്റും അത്രയും നല്ലത്. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഒന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, 2024 മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഇത്തവണ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. കാരണം പാറ്റേൺ ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കീ ഒക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇനിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് പുറകെ വരുന്നുണ്ട്. ഒന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ +2 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. താങ്ക്